Hi friends, അപ്പോൾ ഇന്നാണെങ്കിൽ നമ്മൾ സ്ട്രോബെറി ഫാമിലേക്ക് അപ്പോൾ നമ്മൾ പോവുകയാണ്. ഈ ഫാം ആണെങ്കിൽ ഇറാഖ് ബോർഡറിലാണ് ഈ ഫാം ഉള്ളത്. സോ നമ്മൾ പോകുന്ന വഴിയാണ് നമ്മൾ കാണിക്കുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ വീഡിയോ. ഈ വരുന്ന ബസ്സുകളാണെങ്കിൽ എല്ലാം സ്ട്രോബെറി ഫാം കാണാൻ വരുന്ന ബസ്സുകളാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കാണെങ്കിൽ നമ്മൾ കുറച്ച് ലെവാൻഡർ പോലത്തെ നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ നമ്മൾ കണ്ടു. നല്ല രസമായിട്ടാണ് അവിടെ നിറച്ച് അത്ര പൂക്കളാണ്. ഈ വീഡിയോയിലാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് കാണിച്ച ഫ്ലവേഴ്സാണ് നമ്മുടെ കുവൈറ്റ് നാഷണൽ ഫ്ലവർ. ഇത് ടൂറിനൊക്കെ വരുന്നവർക്ക് വെച്ചേക്കുന്ന വെള്ളമാണ്. ചൂടുവെള്ളവും കിട്ടും, തണുത്ത വെള്ളവും കിട്ടും ഇവിടെ. ഈ കാണുന്നതാണ് ചെമ്മരിയാട്. നമ്മൾ ചെമ്മരിയാടിനെ കണ്ടോണ്ട് നമ്മൾ നിർത്തിയതാണ്. പുലി ഇന്നാൻ വേണ്ടിയാണെങ്കിൽ ചെമ്മരിയാടൊക്കെ ആണെങ്കിൽ നമ്മുടെ അടുത്തോട്ട് വരുന്നുണ്ട്. നമ്മൾ ഒന്ന് ഇറാഖ് ബോർഡറിൽ നമ്മൾ നിർത്തിയതാണ്. ഇനി 10 കിലോമീറ്ററും കൂടെ ഇനിയുള്ളൂ ഇറാഖിലെത്താൻ. സോ നമ്മളാണെങ്കിൽ ബോർഡറിൽ നിന്നിട്ടാണ് നമ്മൾ ഇനി സ്ട്രോബെറി ഫാമിലേക്ക് പോകുന്നത്. നമ്മളപ്പോൾ ഇറാഖ് ബോർഡറിൻ്റെ അവിടെ അപ്പോൾ നമ്മൾ എത്തി. നമുക്ക് കഴിക്കാൻ വേണ്ടി നമുക്ക് ഫുഡ് ഐറ്റംസ് വേണമായിരുന്നു. അപ്പോൾ നമ്മൾ മലയാളി ഷോപ്പിൽ അപ്പോൾ നമ്മൾ കയറാൻ പോവുകയാണ്. ആ ദൂരെ കാണുന്ന ആർച്ചാണ് ഇറാഖ് ബോർഡർ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ എത്തി ഇവിടെ. നമ്മളിനിയാണെങ്കിൽ സ്ട്രോബെറി ഫാമിൻ്റെ പാർക്കിങ്ങിലോട്ട് നമ്മളിനി പോവുകയാണ്. നമുക്ക് വണ്ടി ഇവിടെയാണെങ്കിൽ അഡൽട്ട്സിന് മാത്രമേ ഇവിടെ ടിക്കറ്റ് ഉള്ളൂ. പിള്ളേർക്ക് ടിക്കറ്റൊന്നും വേണ്ട. അവർ നമുക്ക് പുല്ല് നമുക്ക് തരും. അപ്പോൾ അവിടെ ഇരിക്കുന്ന ആനിമൽസിനൊക്കെ നമുക്ക് ഫീഡ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റും. ഇതാണ് എൻ്റെ പപ്പയുടെ ഫ്രണ്ട്സ് അച്ഛന്മാർ. നമ്മളിന്ന് ഒരുമിച്ച് സ്ട്രോബെറി ഫാം കാണാൻ വന്നതാണ്.
നമുക്കാണെങ്കിൽ വലിയ പശുവൊക്കെ ആണ്, അവർ നമ്മൾ ഉപദ്രവിക്കത്തൊന്നുമില്ല. നമുക്കാണെങ്കിൽ അവരൊക്കെ നമുക്ക് ഫീഡ് ചെയ്യാനൊക്കെ പറ്റും. അവിടെ നാക്കൊക്കെ എന്നാ വലുതാണ്. ഞാനൊക്കെ പേടിച്ചൊക്കെ പോയി. Friends, അപ്പോൾ ഇതാണ് ചിക്കനുള്ള സ്പെഷ്യൽ ഫുഡ്. ചിക്കി മൈ നെയിം ഈസ് ചിക്കി. ഇവിടെ ആട്ടുംകുട്ടിയൊക്കെ ഇട്ടിട്ടുണ്ട്, കുഞ്ഞാട്ടുംകുട്ടിയും. പിന്നെ നമ്മളാണെങ്കിൽ കഴുതേൻ്റെ കുഞ്ഞിനുങ്ങൾ നമ്മളുണ്ട്, ജസ്റ്റ് സ്മോളാണ്. അപ്പോൾ നമ്മളിപ്പോൾ കേരളം പോവുകയാണ്. കേരളം ഇങ്ങനെ പിന്നെ അത് ഓറഞ്ച് ഉണ്ട്, കുറേ ഫ്രൂട്ട്സ് ഉണ്ട്, കുറേ വെറൈറ്റി ടൈപ്സ് ഉണ്ട്, പിന്നെ ഫ്ലവേഴ്സും കൂടെ ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ നല്ല രസമുള്ള ബനാനയാണ് നമ്മൾ ഞങ്ങളുടെ പറിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ നോട്ട് അലൗഡ്. അപ്പോൾ ഇവിടെ എനിക്ക് ഇങ്ങനെ വെറൈറ്റി ടൈപ്സ് മൂസമ്പിയൊക്കെ ഇവിടെ നല്ല രുചിയൊക്കെ ആണ് ഇങ്ങനെ കഴിക്കാൻ. അപ്പോൾ ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പ്ലാന്റ്. ഇപ്പം അത് പൂവായിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ.
ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നല്ല ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ വെച്ചു ഞാൻ എന്താണ്ട് ആഡമാൻഡ് ഈവിൻ്റെ ലോകത്താണ്. അത്രയ്ക്കും ഇൻട്രസ്റ്റിംഗ് ആണ് ഈ സ്ഥലം. സോ ഈ കാണുന്ന ലീവ്സ് ആണെങ്കിൽ ഗ്രേപ്സിൻ്റേതാണ്. മുന്നാണെങ്കിൽ ഗ്രേപ്സ് ഒക്കെ ഇവിടെ ഫ്രഷ് ആയിട്ട് ഇവിടെ നിൽക്കുമായിരുന്നു. ഗ്രേപ്പ് സീസൺ ആകുമ്പോൾ ആണെങ്കിൽ ഇവിടെ ഗ്രേപ്സ് ഒക്കെ ഇവിടെ വരും. ആ സമയത്താണെങ്കിൽ അവർ ഫ്രഷ് ജ്യൂസ് അവർ കൊടുക്കുമായിരുന്നു ഗ്രേപ്സിൻ്റെ. ഇപ്പോൾ ഗ്രേപ്പ് സീസൺ അല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഗ്രേപ്സിൻ്റെ ജ്യൂസൊന്നും ഇപ്പോൾ അവരങ്ങനെ കൊടുക്കത്തൊന്നുമില്ല. ഇവിടെ ആണെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള കുറേ ഓമയ്ക്കൊക്കെ ഇവിടെയുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് പണ്ട് പഴയ കാലത്തെ പണ്ടത്തെ കുതിർവണ്ടികൾ. അപ്പോൾ ഈ കാണുന്ന മുഴുവൻ കടുകിൻ്റെ പ്ലാന്റ്സ് ആണ്. ഇവിടെ ആണെങ്കിൽ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. ഫോട്ടോയ്ക്ക് വേണ്ടി ബെസ്റ്റാണ് ഈ സ്ഥലം. അപ്പോൾ ഈ പ്ലാന്റാണ് കോണ്. ആണെങ്കിൽ ഇത് കുറേ കോണൊക്കെ ഇത് കിടപ്പുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് കോണൊന്നുമില്ല, അതൊക്കെ തീർന്നു പോയി. പിന്നെ ഇവിടെയാണെങ്കിൽ നമുക്ക് ഹൗസിൽ പിന്നെ നമുക്ക് റെൻറ്റും കൂടെ നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റും റെൻറ്റിന്. ഇനി നമ്മൾ കാണാൻ പോകുന്ന സൺഫ്ലവറിൻ്റെ തോട്ടമാണ്. ഇതാണ് സൺഫ്ലവേഴ്സ്. ചില വലിയ സൺഫ്ലവേഴ്സിനാണെങ്കിൽ ഈ സീഡ്സ് ഒക്കെ ഉണ്ട്. അത് ചിലതിനൊക്കെ വേവിയിട്ടുണ്ട്. ആ സീഡ്സൊക്കെ നമുക്ക് തിന്നാൻ പറ്റുന്നതാണ്. പക്ഷെ നമ്മൾ എടുക്കാൻ പാടില്ല. പിന്നെ നല്ല രസമുണ്ട് ചില സൺഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ വീങ്ങിയൊക്കെ നിൽക്കുന്നത്. പിന്നെ ചിലതിനാണെങ്കിൽ ഹണി ബീസും കൂടെ ഉണ്ട് ഇങ്ങനെ എടുക്കുന്നത് കാണാൻ കഴിയും.
ഓൾമോസ്റ്റ് എല്ലാം സൺഫ്ലവറിനാണെങ്കിൽ ഹണി ബീസ് വന്ന് ഇരിപ്പുണ്ട് നെക്ടർ ഇങ്ങനെ കളക്ട് ചെയ്യാൻ. നമുക്ക് എവിടെയും നമുക്ക് കാണാൻ പറ്റും. ഇതാണെങ്കിൽ നമ്മൾ നാട്ടിലാണെന്ന റോഡിൽ കാണുന്ന പ്ലാന്റ്സ് ആണ് ഇതെല്ലാം. ഈ ബോർഡറാണ് മിനി സൂ. നമുക്കാണെങ്കിൽ ഇവിടെ പ്ലേയിങ്ങും ഉണ്ട്, സ്റ്റോർ അടക്കം ഉണ്ട്. പിന്നെ ഈ ബസ്സാണെങ്കിൽ ഇതിൻ്റെ ആണെങ്കിൽ ആനിമൽ ക്രീച്ചേഴ്സൊക്കെ ഉണ്ട്. ഇതാണ് എമൂൻ്റെ സ്പോട്ട്. കിഡ്സിന് വേണമെങ്കിൽ ഫ്രീ ആയിട്ട് കയറാം, പക്ഷെ അഡൽട്ട്സിന് മാത്രമേ ടിക്കറ്റ് ഉള്ളൂ.
ഞാൻ പിടിച്ചപ്പോൾ ഞാൻ കൈ പൊക്കി വെച്ചപ്പോൾ അത് നല്ല ഫ്രണ്ട്ലി ആയി.